ഹലോ, എല്ലാവർക്കും ആദൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഓണത്തിന് പായസം ഉണ്ടാക്കുന്ന സമയത്ത് കടയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതോടെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി വെച്ചിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഐസിങ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ നെയ്യും 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് വേണ്ടത്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കട്ട പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൈ മാറ്റാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. കൈ മാറ്റിയാൽ അപ്പോഴേ അത് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പാനിൽ നിന്നും വിട്ടുവരുന്ന ഭാഗം വരെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വെറും 2 മിനിറ്റ് മതി നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്കിത് പാൽ വെച്ചും ചെയ്തെടുക്കാം. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വേണമെന്നുള്ളവർ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദൂസ് വേൾഡ്.